എന്താണ് പ്രാർത്ഥന? പലർക്കും പലതാണ്. ചിലർക്ക് അസ്വസ്ഥമായ തന്റെ മനസ്സിനെ നിയന്ത്രിച്ചു നിർത്താനുള്ള ഒരു വഴിയാണ്. മറ്റു ചിലർക്ക് വിശ്വസിച്ച് ആരോടെങ്കിലും പറയാൻ പറ്റാത്ത തന്റെ പ്രശ്നങ്ങൾ കരഞ്ഞുകൊണ്ട് ദൈവം മുൻപാകെ നിരത്തിവെക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ആശ്വാസം. മറ്റു ചിലർക്ക് ആഗ്രഹ സഫലീകരണമാണ്. എനിക്ക് എന്ത് കിട്ടുമെന്ന സ്വാർത്ഥപരമായ ചിന്ത. പ്രാർത്ഥന കൊണ്ട് ഉദ്ദേശിക്കുന്ന ആഗ്രഹങ്ങൾ സഫലമാക്കൽ മാത്രമാണെങ്കിൽ ആ സമയം വെറുതെ വേസ്റ്റ് ചെയ്യുകയാണ്. അതിൽ ഈശ്വര വിശ്വാസത്തിന്റെ ഒരു തരിമ്പ് പോലുമില്ല. ഒരാൾക്ക് ചിന്തിക്കാനും പദ്ധതികൾ ആസൂത്രണം ചെയ്യാനുമുള്ള കഴിവുകൾ മനുഷ്യനുണ്ട്. അത് ഉപയോഗിക്കുന്നതിന് പകരം ദൈവത്തിന്റെ മുന്നിൽ ചെന്ന് നിന്ന് സ്വന്തം ഓട്ടോബയോഗ്രഫി മുഴുവൻ കെട്ടഴിച്ച് സമർപ്പിക്കേണ്ട ആവശ്യമില്ല. ഒരാളോട് പിണക്കം വെച്ചിട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കാനാവില്ല. അതുകൊണ്ട് ക്ഷമിക്കാൻ പഠിച്ചവനെ പ്രാർത്ഥിക്കാൻ സാധിക്കൂ. പ്രാർത്ഥന കൃതജ്ഞതാ പ്രകടനമാണ്, നന്ദി പ്രകാശിപ്പിക്കലാണ്, എളിമയുടെ പ്രവൃത്തിയാണ്. എനിക്ക് വലിയ ആഡംബര വീടില്ല, എന്നിട്ടും കൊടുങ്കാറ്റിൽ നിന്നും പേമാരിൽ നിന്നും അഭയം തേടാൻ ഒരു ഇടം എനിക്കുന്നുണ്ട്. ഞാൻ ഉറങ്ങാൻ പാടുപെടുന്ന രാത്രികൾ എനിക്കുണ്ട്. എൻ്റെ അതേ പ്രായത്തിലുള്ള പലരും ഉറക്കത്തിൽ നിന്നും ഒരിക്കലും ഉണരാതിരിക്കുമ്പോഴും ഒരു പുതിയ പ്രഭാതം കാണുവാൻ എനിക്ക് സാധിക്കുന്നുണ്ട്. എൻ്റെ കയ്യിൽ പണമില്ലായിരിക്കാം, എങ്കിലും 3 നേരവും ഞാൻ ഭക്ഷണം കഴിക്കുന്നുണ്ട്. ഉടുക്കാൻ വസ്ത്രങ്ങളും ധരിക്കാൻ ചെരുപ്പുകളും എനിക്കുണ്ട്. ഞാൻ ആഗ്രഹിക്കുന്നതൊന്നും എനിക്ക് കിട്ടുന്നില്ലായിരിക്കാം, പക്ഷേ ജീവിക്കാൻ ആവശ്യമുള്ളതൊക്കെ എനിക്കുണ്ട്. ദൈവമേ, ഇവയ്ക്കൊക്കെ നന്ദിയുള്ളവനാണ് ഞാൻ എന്നതാണ് പ്രാർത്ഥന. തുറക്കട്ടെ മനസ്സുകൾ.